പോപ്പിക്കൊട തുടങ്ങിയത് 1940-ലാണ്. എന്നാൽ വാടനാംകുറിശ്ശിയിലെ മേനോൻ ടൈലേഴ്സിന്റെ മുന്നിൽ പോപ്പിക്കൊടയുടെ ബോർഡ് ആ കാലം മുതലേ ഉണ്ട്. അതിന്റെ ബോർഡുകൾ മാറി മാറി ഇപ്പോൾ പുതിയത് വന്നു. ആ ബോർഡിന് മുന്നിലുള്ള പാടത്തിന്റെ വരമ്പത്ത് കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ ഒരു അതിമനോഹരമായ കാഴ്ച കണ്ടു. നമസ്കാരം. അങ്ങനെ ഒരു പുതിയ വ്ളോഗ് ഇവിടെ തുടങ്ങാല്ലേ? ഓൾറെഡി തുടങ്ങി, എന്നാലും അത് ഞാൻ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഒരു ചെറിയ ഇൻട്രോ. രാവിലെ തന്നെ നല്ലൊരു കാഴ്ചയാണ് കണ്ടത്. താറാവുകൾ. കുറെ നാൾക്ക് ശേഷമാണ് താറാവുകളെ കാണുന്നത്. നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഈ ചില പാടത്തും പറമ്പത്തൊക്കെ കാണാം. പൊതുവെ ഞങ്ങളുടെ പറമ്പിൽ തന്നെ 2 തരത്തിലുള്ള ആൾക്കാരാണ് വരിക ഒരു സമ്മർ സീസണൊക്കെ ആകുമ്പോൾ. ഒന്ന് സർക്കസ് കെട്ടാൻ വരുന്ന ആൾക്കാർ. എന്റെ ചെറുപ്പത്തിൽ ഞാനൊരു 5 വയസ്സൊക്കെ ഉള്ള സമയത്തെ കാര്യമാണ് പറയുന്നത്. ഒന്ന് സർക്കസ് കെട്ടാൻ വരുന്നവര്, പിന്നെ ഇതുപോലെ താറാവിനെ വളർത്താൻ വരുന്നവര്. ഈ താറാവിനെ വളർത്താൻ വരുന്നവര് പൈസയും തരില്ല. മെയിനായിട്ട് അവര് പൊതുവെ ഇതുപോലെ വൈകുന്നേരം ആകുമ്പോൾ ഒരു 10 താറാമുട്ട കൊണ്ടുവരും. അന്ന് പിന്നെ നമുക്ക് താറാമുട്ട അങ്ങനെ അധികം കിട്ടൂല. ഇപ്പോഴും താറാമുട്ട കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ കോഴിമുട്ട അപേക്ഷിച്ച്. അപ്പൊ ഇതവേ നമ്മൾ ഈ താറാമുട്ടയ്ക്ക് ആക്ച്വലി നമ്മൾ കോഴിമുട്ടേനേക്കാളൊക്കെ വില കൂടുതലല്ലേ? അതെന്തുകൊണ്ടായിരിക്കും അല്ലേ? നിങ്ങൾക്കറിയോ എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾക്കറിയില്ല. നമുക്കൊന്ന് നോക്കാം. നമുക്ക് മെറ്റയോട് ചോദിച്ചു നോക്കാം. Why duck eggs are more expensive than hen's eggs? ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേ? നോക്കാം എന്താണ് അതിന്റെ റിപ്ലൈ വരുന്നതെന്ന്. വന്നു. Duck eggs are more expensive than hen eggs due to several factors: lower production, higher feed cost, specialized care, niche market, and demand for സ്പെഷ്യാലിറ്റി യൂസസ്. ശരിയാ, സംഭവം എന്തെങ്കിലും ഒരു നീഷ് മാർക്കറ്റും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ എല്ലാത്തിനും വില കൂടും. ഓക്കെ, സോ ഇതൊന്നും അല്ല നമ്മുടെ ഇന്നത്തെ വിഷയം. ഞാൻ ചുമ്മാ അങ്ങനെ പറഞ്ഞു തുടങ്ങിയെന്നേ ഉള്ളൂ. എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് ഇന്നലെ പറയുണ്ടായി, നമ്മൾ എന്തൊരു സക്സസ് ആണെങ്കിലും അത് ഓവറായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഏതൊരു മൈൽ സ്റ്റോൺ ഒക്കെ അച്ചീവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ സെലിബ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അത് പറഞ്ഞപ്പോൾ എനിക്കത് അത്ര വലിയ കാര്യമായി തോന്നിയില്ല. സംഭവം ആ ഒരു ഫ്ലോയിൽ അങ്ങ് വിട്ടു. വേറെ പലതും സംസാരിക്കുന്നതിനിടയിൽ വിട്ടു. പിന്നീട് ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ അത് സത്യമാണല്ലോ, അത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ എന്ന് ആലോചിച്ചു. കാരണം ഇപ്പോൾ ക്രിക്കറ്റ് മാച്ചസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടീം ഈസി ആയിട്ട് ജയിക്കുമെന്ന് വിചാരിക്കുന്ന ചില കളികൾ ആ ഒരു സിറ്റുവേഷനിൽ ഗാലറിയിൽ നിന്നിട്ട് അവരുടെ ടീംമേറ്റ്സ് ഒക്കെ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണാം അല്ലെ? ക്രിക്കറ്റിലാണെങ്കിലും ഫുട്ബോളാണെങ്കിലും ഒക്കെ. പക്ഷെ ലാസ്റ്റ് മിനിറ്റ് എത്തുമ്പോൾ എന്തെങ്കിലും ചെറിയ മിറാക്കിൾ സംഭവിച്ച് നമ്മൾ ജയിക്കുന്നു വിചാരിച്ച ടീം തോൽക്കുന്നു വിചാരിച്ച ടീം ജയിക്കും അല്ലേ? അപ്പൊ നമ്മൾ ഓൾറെഡി സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോശമല്ലേ? സോ അതൊരു വലിയ കാര്യമാണ്. ഇതുപോലെ തന്നെ ഒരു സംഭവം എൻ്റെ യൂട്യൂബ് ചാനലിലും ഉണ്ടായിട്ടുണ്ട്. ഒരു ചിന്ന സ്റ്റോറി. അതാണ് ഞാൻ തംബ്നെയിലിൽ പറഞ്ഞത്. ഒരു ചിന്ന കഥ സൊല്ലാമല്ലേ. അതായത് എന്റെ യൂട്യൂബ് ചാനലിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ എല്ലാ ആളുകളെയും പോലെ തന്നെ ഞാനും തുടക്കത്തിൽ വളരെ സ്ട്രഗിൾ ചെയ്തു. പക്ഷെ വൺസ് ഞാനൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തതിന് ശേഷം എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് പെട്ടെന്ന് തന്നെ 7500 അടുത്തെത്തി. അതായത് വളരെ ജെറ്റ് സ്പീഡിലൊക്കെ ആയിരുന്നു ആ ഒരു 1000 to 7500 സബ്സ്ക്രൈബേഴ്സിലേക്ക്. സോ സ്വാഭാവികമായിട്ടും കുറച്ച് അഹങ്കാരം എനിക്ക് വന്നു, ഹെഡ് വെയിറ്റ് എനിക്ക് വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്ത് വിചാരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഒരു സ്പീഡിൽ തന്നെ നമ്മളിങ്ങനെ പോയിട്ട് 10K, 20K, 50K, 100K എന്നൊക്കെ വിചാരിച്ചു. അഹങ്കാരം എന്നല്ല, ഒരാഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഓഫ് കോഴ്സ് കുറച്ച് ഹെഡ് വെയിറ്റ് വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 7800 ആ റേഞ്ചൊക്കെ എത്തിയപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ രവി, മാധുര്യ, അവരാണ് യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് ആ ടൈമിൽ. അതുപോലെ എൻ്റെ പാരൻസ്, എൻ്റെ റിലേറ്റീവ്സ്, ഇവരൊക്കെ കൂട്ടിയിട്ട് ഒരു 10K ഒരു സെലിബ്രേഷൻ വീഡിയോ ചെയ്തു.
ഓക്കെ, ഇത് 2 കൊല്ലം മുന്നത്തെ കാര്യം ഞാൻ പറയുന്നത്. സോ 10K സെലിബ്രേഷൻ വീഡിയോ. കാരണം ആ സമയത്ത് രവിക്ക് വേറെ എങ്ങോട്ടോ 2 ആഴ്ച കഴിഞ്ഞാൽ പോകേണ്ടതുള്ളത് കൊണ്ട് അവന്റെ ഒരു അവൈലബിലിറ്റിയും ഒക്കെ നോക്കിയിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ചെയ്തു. പിന്നെ എന്റെ കണക്കൂട്ടൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പീഡിൽ തന്നെ പോകുമ്പോൾ ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ 10K ആവും. കാരണം ദിവസവും 400-500 സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ടാണ് കയറിയിരുന്നത്. കാരണം ആ സമയത്ത് എന്റെ ഷോർട്സ് ആയിക്കോട്ടെ ലോങ് വീഡിയോ ആയിക്കോട്ടെ അത്യാവശ്യം ആ ഒരു റേഞ്ചിൽ അത്യാവശ്യം കയറിയിരുന്നത്, എസ്പെഷ്യലി ഷോർട്സ്. ഇപ്പൊ ദിവസവും 400-500 ഒക്കെ വെച്ച് കയറുമ്പോൾ നമുക്കൊരു രസമാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് എത്രയായി എന്നൊക്കെ നോക്കാനും ഒക്കെ. അപ്പൊ എന്റെ ഒരു കണക്കൂട്ടൽ ഇതൊരു 2 വീക്സ് മാക്സിമം പോയാൽ അതിനുള്ളിൽ 10K ആവും, നമുക്ക് ഈ വീഡിയോ അങ്ങ് പബ്ലിഷ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷേ 7500 കഴിഞ്ഞാൽ 7800 കഴിഞ്ഞ ഒരു 8200 സബ്സ്ക്രൈബേഴ്സിന്റെ ഒക്കെ അടുത്ത് എത്തിയപ്പോ ഈ പരിപാടി അങ്ങ് സ്ലോ ആയി. എല്ലാത്തിനും ഒരു കയറ്റവും ഇറക്കവും ഉണ്ടല്ലോ. 8200 ഒക്കെ കഴിഞ്ഞപ്പോ പതുക്കെ 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 ഇങ്ങനെ വന്ന് 10ലേക്ക് എത്തണില്ല. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 2.5 മാസത്തോളം കഴിഞ്ഞു ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോഴേക്കും രവിയൊക്കെ ചോദിച്ചു തുടങ്ങി, എവിടെടാ വീഡിയോ, ആ വീഡിയോ എന്താ ഇടാത്തതെന്നൊക്കെ ചോദിച്ച് തുടങ്ങി. രവി ആണെങ്കിലും മാധുരി ആണെങ്കിലും ചോദിച്ചു. ഇത് 10 ആവണ്ടേ, 10K സെലിബ്രേഷന്റെ വീഡിയോ അല്ലേ, നല്ലക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതിനിടയിൽ കുറെ വ്ളോഗുകൾ വേറെ വന്നു. അവസാനം 9999 സബ്സ്ക്രൈബേഴ്സ് എത്തി ഒരു ദിവസം. ഓക്കെ, ഒരു സബ്സ്ക്രൈബറും കൂടി വന്നാൽ 10K ആയി. പക്ഷെ ഇതങ്ങ് കേറുന്നില്ല. കുറെ നോക്കി, കേറുന്നേ ഇല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് നോക്കും. ശരിക്കും അങ്ങനെ നോക്കാൻ പാടില്ല എന്നാ പറയാ, പക്ഷെ ഞാൻ നോക്കും. ക്യൂരിയോസിറ്റി. ഇതങ്ങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ഈ വീഡിയോ അങ്ങ് പബ്ലിഷ് ചെയ്യാം. കേറുന്നില്ല. 2 ദിവസം നോക്കി, 3 ദിവസം നോക്കി, ഈ സാധനം കേറുന്നില്ല. അവസാനം ഞാൻ തന്നെ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ആ ഒരു ലാസ്റ്റ് 10,000 സബ്സ്ക്രൈബർ ആയി. അപ്പൊ എന്റെ ചാനലിലെ യൂട്യൂബ് ചാനലിന്റെ 10,000, അതായത് 10,000 സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് വേറെ ആരും അല്ലാതെ ഞാൻ തന്നെയാണ്. അങ്ങനെ വച്ച് ഞാൻ ആ വീഡിയോ ഇത് ചെയ്തു, ഇത് പബ്ലിഷ് ചെയ്തു. ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പബ്ലിക് ആക്കി. സോ ഇറ്റ് വാസ് എ സ്ട്രഗിൾ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം വേറെ ഒന്നുമല്ല, നമ്മളൊരു സക്സസ് നമ്മൾ എന്തായാലും വരും. പക്ഷെ സക്സസിന് മുന്നേ തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അത്ര ശരിയല്ല. എന്ന് വിചാരിച്ച് സക്സസ് ഇപ്പൊ വന്നിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഡൗൺ ആവും വേണ്ട കേട്ടോ. എല്ലാത്തിനും ഒരു സമയമുണ്ട്, സക്സസ് ഒക്കെ വരും. 30-ാം വയസ്സെത്താൻ 1 മാസം ബാക്കി നിൽക്കുകയാണ് ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത്, ബൈക്കിന്റെ ആണെങ്കിലും കാറിന്റെ ആണെങ്കിലും. അപ്പോ ഒന്നും ലേറ്റ് അല്ല, എല്ലാത്തിനും അതിൻ്റെ ഒരു സമയമുണ്ട്, വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇന്ന് വേറൊരു പരിപാടി കൂടി ഉണ്ട്. ഇന്ന് വൈകുന്നേരം ഒരു യാത്രയുണ്ട്. അപ്പൊ ആ യാത്രയ്ക്കുള്ള കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എങ്ങോട്ടാന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല. പക്ഷെ ഓഫ് കോഴ്സ് നമ്മൾ യൂട്യൂബ് ബ്ലോഗിൽ, എന്റെ യൂട്യൂബ് ബ്ലോഗിൽ ഇതുവരെ ഞാൻ കാണിക്കാത്തൊരു സ്ഥലമാണ്. പക്ഷേ എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണമായ സ്ഥലങ്ങളിൽ ഒന്നും കൂടിയാണ്. ഓക്കെ, ഊഹിക്കാൻ പറ്റുന്നവരുണ്ട്, ഊഹിച്ചോ. ഞാൻ അതിന്റെ കുറച്ച് ഒരുക്കങ്ങളിലേക്കൊക്കെ പോവാനുള്ള തുണികളൊക്കെ ഇസ്തിരി ഇടാൻ ബാക്കിയാ. പിന്നെ ഇനി അങ്ങോട്ടുള്ള എൻ്റെ യാത്രകളിൽ എൻ്റെ ഒരു സന്തത സഹചാരിയായിട്ട് ഇവനും കൂടെ ഉണ്ടാവും. കാണാൻ ആളൊരു സാധാരണ ബാഗ് പോലെ ചെറുതൊക്കെ ആണെങ്കിലും ഇവൻ്റെ ഉള്ളിൽ കുറേ രഹസ്യ അറകളുണ്ട്. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. വിനുവങ്ങൾ വന്നപ്പോൾ ഗിഫ്റ്റ് ചെയ്തതാ. മറ്റേ ബാഗ് പിന്നെ ഞാൻ ഇപ്പോൾ ജിം ബാഗിലായിട്ടാണ് യൂസ് ചെയ്യണത്. പിന്നെ നമ്മുടെ ഗ്രീൻ കളർ ബാഗ് ഉണ്ടല്ലോ, മിലിറ്ററി ബാഗ്, നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലം മുതൽ എന്നോടൊപ്പം ഉള്ളതാ. അവനിനി കുറച്ച് കാലം റെസ്റ്റ് എടുക്കാം. പിന്നെ ഇത് SJCam 200. ഓൾറെഡി എൻ്റെ ചില വ്ളോഗുകളിൽ ചില ഷോർട്സ് ഒക്കെ ഇതിൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വൈഡ് ക്യാം റേഞ്ച് സൂപ്പറാണ്, പക്ഷെ നൈറ്റ് വിഷ്വൽസ് അത്ര പോരാ. ഇന്നത്തെ യാത്രയിൽ ഇവനെയും കൂട്ടാം നമുക്ക്. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഗാഡ്ജറ്റ്സ് ഉടനെ തന്നെ ഒപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അത്രേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഡ്യൂറേഷൻ കുറയ്ക്കാൻ നോക്കുകയാണ്. കാരണം നമ്മൾ 18-19 മിനിറ്റ് ഒക്കെ ഇടുമ്പോൾ ആളുകൾ അത്രയും കാണുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. സോ ഐ തിങ്ക് കുറച്ച് കാലത്തേക്ക് നമുക്കൊരു 8-9 മിനിറ്റ് റേഞ്ചിലുള്ള വീഡിയോസ് ചെയ്യാം. ഈ വീഡിയോ എത്ര ഡ്യൂറേഷൻ വന്നു എന്ന് എനിക്കറിയില്ല, ഏകദേശം ആ റേഞ്ചൊക്കെ ആയിരിക്കും തോന്നുന്നു. സോ അങ്ങനെ കുറച്ച് ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് ആ റേഞ്ചിലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം. സോ അടുത്തതൊരു ട്രാവൽ അത് ഞാൻ പറയുന്നില്ല, അടുത്തതൊരു വീഡിയോ ആണ്. എന്തായാലും വീട്ടിൽ വെച്ചല്ല, വേറൊരു സ്ഥലത്ത് വെച്ചാണ്. അപ്പോൾ ആ കാഴ്ചകളുമായി ഉടനെ തന്നെ വരാം.